യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞതൊരു വാക്കാണ്: പുറപ്പെടുക. വ്യക്തതയില്ലാത്ത ഒരു ശബ്ദമെന്ന് തോന്നുന്ന ഒരു ശബ്ദം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന വ്യക്തമായ ശബ്ദം വന്നിട്ടില്ല. പുറപ്പെടുക, മുൻപോട്ട് പോകുക എന്നുള്ള ശബ്ദമാണ് അബ്രഹാം കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്നതൊരു വാക്കാണ്. നിങ്ങൾ കേൾക്കുന്നതൊരു ശബ്ദം മാത്രമാണ്. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ ആ ശബ്ദത്തോട് പ്രതികരിച്ച് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുമ്പോൾ വീണ്ടും ശബ്ദങ്ങൾ വെളിപ്പെടുകയാണ്. വ്യക്തതയുള്ള ശബ്ദങ്ങൾ. നിങ്ങളുടെ മുൻപിൽ നടക്കേണ്ടുന്ന വഴികൾ തെളിഞ്ഞു വരികയാണ്. തിരുവചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കും. ഞാൻ അവനെ സ്നേഹിച്ച് അവനോട് കൂടെ വാസം ചെയ്യും. അവൻ എന്നെ തന്നെ ഞാൻ വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ ദൈവം നൽകിയ ശബ്ദം, വചനം. ആ വചനത്തോട് ഇന്ന് പകൽ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ, നിങ്ങൾ ആ വചനപ്രകാരം ചുവടുകൾ വയ്ക്കുമ്പോൾ ദൈവം ഉറപ്പു തരികയാണ്, ദൈവം ഇനിയും ദൈവത്തെ വെളിപ്പെടുത്തും. ഇനിയും ദൈവത്തിൻ്റെ വഴിയെ വെളിപ്പെടുത്തും. അതെ, അബ്രാം കേട്ടതൊരു ശബ്ദമാണ്. ആ ശബ്ദത്തോട് പ്രതികരിച്ചപ്പോൾ പിന്നെയും പിന്നെയും ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. ശമൂവേൽ ബാലനോട് ദൈവം സംസാരിച്ചു തുടങ്ങുമ്പോൾ, ശമൂവേലേ എന്ന് ദൈവം വിളിക്കുകയാണ്. ആ ശബ്ദത്തോട് അവൻ പ്രതികരിച്ചപ്പോൾ വീണ്ടും ദൈവശബ്ദം, തുടർമാനമായ ശബ്ദങ്ങൾ. അത് ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ നിങ്ങളോട് ദൈവം അനുസരണമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അനുസരിക്കുക. എന്താണോ ദൈവം പറയുന്നത്, ആ വചനത്തോട് പ്രതികരിച്ചാൽ വ്യക്തതയുള്ള ദൈവശബ്ദവും വഴികളും വെളിപ്പെടുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.